തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൽ 3 ടേം വ്യവസ്ഥയിലെ ഇളവ് എല്ലാവർക്കും ബാധകമല്ല എന്ന് പറയുകയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. 3 ടേം വ്യവസ്ഥയിൽ ചില മാനദണ്ഡങ്ങൾക്ക് വിധേയമായി മാത്രമാണ് ഇളവെന്നും മുസ്ലിം ലീഗ് അധ്യക്ഷൻ പറയുന്നു. UDF-ലെ സീറ്റ് വിഭജന ചർച്ചകളിൽ ഘടകകക്ഷികൾ യോജിപ്പിന്റെ പാതയിലാണ്. തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് എല്ലാവരും വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ടെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ മീഡിയ വണ്ണിനോട് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് സജീവമായി എല്ലാ പാർട്ടികളും കടന്നിരിക്കുന്ന ഒരു ഘട്ടമാണ്. നമുക്കൊപ്പം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനും രാഷ്ട്രീയകാര്യ സമിതി ചെയർമാനുമൊക്കെയായ ശ്രീ സാദിഖ് അലി തങ്ങളാണ് ചേരുന്നത്. മലബാർ മാറ്റി നിർത്തിയാൽ മറ്റിടങ്ങളിലെ സമവായമൊക്കെ എങ്ങനെയാണ്? മലബാറിനെ പോലെ തന്നെ മറ്റിടങ്ങളിലും ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ അനുകൂലമായ എല്ലാ കോൺഗ്രസ് ആകട്ടെ, മുസ്ലിം ലീഗാകട്ടെ, മറ്റ് ഘടകകക്ഷികളാകട്ടെ എല്ലാവരും തന്നെ പരസ്പരം യോജിപ്പിൻ്റേതായ ഒരു മാർഗത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. എങ്ങനെയെങ്കിലും ജയിക്കുക എന്നുള്ളതാണ്. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് അസംബ്ലി തിരഞ്ഞെടുപ്പിലേക്കുള്ള അതിൻ്റെ ആദ്യപടിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് തന്നെ എല്ലാ പാർട്ടികളും അതിൻ്റെ ഗൗരവം കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലായിടത്തും ചർച്ചകളൊക്കെ ഏതാണ്ട് അവസാനിച്ച് കഴിഞ്ഞു. സീറ്റ് വിഭജനവും മറ്റേ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ മലബാറിൽ പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട് അങ്ങോട്ടും ആ ഏരിയകളിൽ ലീഗ് കുറേ കൂടി വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട്, കുറേ കൂടി സമവായ ശ്രമങ്ങളുണ്ട്. പക്ഷേ അതേ പരിഗണന തിരിച്ച് ഇങ്ങോട്ട് തെക്കൻ കേരളത്തിൽ അത്തരം ഭാഗങ്ങളിലൊക്കെ ഉണ്ടോ? തെക്കൻ ഭാഗത്ത് നല്ല പരിഗണന ഇത്തവണ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ പാർട്ടിയും പ്രത്യേകിച്ച് കോൺഗ്രസ് ആണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് എത്തിക്കേണ്ട പ്രധാന ചുമതല കോൺഗ്രസിനുണ്ട് എന്ന് അവർക്കും അറിയാം. ആ നിലക്ക് തന്നെ അവർ പരമാവധി വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇല്ലാത്തിടത്ത് നേതൃത്വവുമായി ഒന്നുകൂടി ആലോചിച്ചുകൊണ്ട് നേതൃത്വം തന്നെ ഇടപെട്ടുകൊണ്ട് തന്നെ അതൊക്കെ തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ പല സ്ഥലങ്ങളിലും വിചിത്ര സഖ്യങ്ങളുണ്ട്. ഇപ്പം മലപ്പുറത്ത് തന്നെ പൊന്മുണ്ടം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പലയിടത്തും ഒരുപക്ഷെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആ രൂപത്തിലുള്ള സഖ്യങ്ങളും ഉണ്ടാവാം. അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെയുള്ള സാമ്പാർ മുന്നണിയില്ല. അതൊന്നും ഈ പ്രാവശ്യം അതൊന്നും അത്ര പ്രകടമായി വരും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. താഴെത്തട്ടിൽ അണികൾ സജ്ജമാണ്. ചില നേതാക്കൾക്കൊക്കെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ UDF-യെ സംബന്ധിച്ചിടത്തോളം താഴെത്തട്ടിൽ കോൺഗ്രസിൻ്റേതായാലും മുസ്ലിം ലീഗിൻ്റേതായാലും പ്രവർത്തകന്മാരെല്ലാം ഏകാഭിപ്രായക്കാരാണ്. എങ്ങനെയെങ്കിലും ജയിക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ യോജിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. നേരത്തെ തുടക്കത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടി എന്നുള്ള നിലയ്ക്ക് കുറേ കൂടി വിപുലമായ ഒരുക്കങ്ങൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാണുന്നുണ്ട്. ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ സോഫാർ എത്രയാണ്? ഏത് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ടും ലീഗ് നേരത്തെ തന്നെ ഇറങ്ങാറുണ്ട്. ത്രിതല പഞ്ചായത്തായാലും അസംബ്ലി ആയാലും പാർലമെൻറ്റിലേക്കായാലും ലീഗ് കാലേ കൂട്ടി തന്നെ അതിൻ്റെ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണയും അങ്ങനെ തന്നെയാണ്. ഇത്തവണ ലീഗിൻ്റെ മുന്നൊരുക്കം എന്നുള്ളത് ത്രിതല പഞ്ചായത്ത് മാത്രമല്ല, വരാനിരിക്കുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഇപ്പോൾ വോട്ട് ചേർക്കുന്ന കാര്യത്തിലൊക്കെ നല്ല മുന്നേറ്റം നമുക്ക് നടത്തുവാൻ സാധിച്ചു. എന്നതുപോലെ തന്നെ മുന്നണി സംവിധാനം ബലപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു പ്രത്യേകമായൊരു താല്പര്യം എല്ലാവരും എടുത്തുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അവസാനമായി ഈ 3 ടേം വ്യവസ്ഥയിലൊരു ഇളവ് നേരത്തെ തന്നെ കേട്ടിരുന്നതാണ്. ആ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടോ? ചില മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ട് ഇത്തവണ ചിലയിടത്ത് നമുക്ക് അങ്ങനെ ഒരു വിട്ടുവീഴ്ച ചിലയിടത്ത് ചെയ്യേണ്ടി വരും. എല്ലായിടത്തും ഇല്ല. അത് പാർട്ടി ഘടകങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി അത് ആവശ്യപ്പെട്ടു എങ്കിൽ അത് നേതൃത്വത്തിൻ്റെ അറിവോടെ അത് ചെയ്യാൻ സാധിക്കും. പൊതുവായ അങ്ങനെ ഒരു ധാരണയുണ്ട്. പക്ഷേ ഞങ്ങൾ വിചാരിച്ചതുപോലെയുള്ള ആ ഒരു വലിയ അങ്ങനെയുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ആളുകളൊക്കെ വളരെ കുറവാണ്. എന്തായാലും തങ്ങളാണ് നമുക്കൊപ്പം ചേർന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പോട് വരുന്ന ഒരു സാഹചര്യത്തിൽ വളരെ നേരത്തെ തന്നെ ലീഗ് ഒരുക്കങ്ങളുമായി മുന്നോട്ട് പോയിരിക്കുന്നു. ക്യാമറ പേഴ്സൺ രാഹുലിനൊപ്പം മുഹമ്മദ് മുസ്തഫ, മീഡിയ 1, കൊച്ചി.